സമൂഹമാധ്യമങ്ങളിൽ ഇനി മുതൽ എന്തും പോസ്റ്റ് ചെയ്തിട്ട് സുഖമായിരിക്കാമെന്ന് ആരും കരുതേണ്ട. പണി വരുന്നുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കം പ്രശ്നമുള്ളതാണ്, അതുടൻ നീക്കം ചെയ്യണം എന്ന് സർക്കാർ സംവിധാനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനകം അവ നീക്കം ചെയ്തിരിക്കണം. ഇതുൾപ്പെടെ IT നിയമങ്ങളിൽ സുപ്രധാന മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. സമൂഹമാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നിയമവിരുദ്ധമെന്ന് സർക്കാർ സംവിധാനങ്ങൾ പറയുന്ന ഉള്ളടക്കം നീക്കം ചെയ്യാനുള്ള സമയപരിധി വെട്ടിക്കുറച്ചും AI നിർമ്മിത ഉള്ളടക്കത്തിനടക്കം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയും 2021 IT നിയമം ഭേദഗതി ചെയ്ത് ഉത്തരവിറക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഫെബ്രുവരി 20 പുതിയ IT നയം നിലവിൽ വരും. സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ഉള്ളടക്കം പ്രശ്നമുള്ളതാണ്, അത് നീക്കം ചെയ്യണം എന്ന് സർക്കാർ സംവിധാനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ 3 മണിക്കൂറിനകം അവ നീക്കം ചെയ്തിരിക്കണമെന്നാണ് പുതിയ നിയമം. മുമ്പ് ഇത്തരം പ്രശ്നമുള്ള ഉള്ളടക്കം നീക്കം ചെയ്യാൻ 36 മണിക്കൂർ സമയമുണ്ടായിരുന്നതാണ് ഇപ്പോൾ 3 മണിക്കൂറായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. പോലീസിൽ DIG റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഉള്ളടക്കം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാം. സർക്കാർ ആവശ്യപ്പെട്ടാൽ പോസ്റ്റുകളെക്കുറിച്ചും പോസ്റ്റ് ചെയ്ത ആളെക്കുറിച്ചും വിവരങ്ങൾ നൽകാൻ മുൻപ് 24 മണിക്കൂർ സമയമുണ്ടായിരുന്നു. അത് 2 മണിക്കൂറായി കുറച്ചു. ഉപയോക്താവിന്റെ പരാതികൾ സ്വീകരിക്കാൻ 15 ദിവസം സമയമുണ്ടായിരുന്നത് 7 ദിവസമാക്കി. പരാതി സ്വീകരിച്ചു കഴിഞ്ഞാൽ 36 മണിക്കൂറിനകം പരിഹാരമുണ്ടാക്കുകയും വേണം. പുതിയ നിയമ ഭേദഗതി സമൂഹമാധ്യമങ്ങളെ ഒരു പരിധിവരെ ശുദ്ധീകരിക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ആർക്കെതിരെയും ആർക്കും എന്തും പോസ്റ്റ് ചെയ്യാമെന്ന സാഹചര്യം ഒഴിവാകുമെന്നതാണ് പുതിയ നിയമം കൊണ്ടുള്ള പ്രധാന നേട്ടം. എന്നാൽ രാഷ്ട്രീയ വിമർശനങ്ങളെ അടക്കം അടിച്ചമർത്താൻ പുതിയ നയം ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്ന ആശങ്ക പങ്കുവെക്കുന്നവരുമുണ്ട്. IT നിയമ ഭേദഗതിയിലെ മറ്റൊരു സുപ്രധാന മാറ്റം AI നിർമ്മിത ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടാണ്. സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന സിന്തറ്റിക്കലി ജനറേറ്റഡ് ഇൻഫർമേഷൻ അത് AI നിർമ്മിതമോ AI ഉപയോഗിച്ച് മാറ്റം വരുത്തിയതോ ആയ ചിത്രങ്ങളോ വീഡിയോയോ ശബ്ദമോ ആകാം. AI നിർമ്മിതമാണെന്ന് പ്രത്യേകം മനസ്സിലാകുന്ന രീതിയിൽ ലേബൽ ചെയ്യണമെന്നും പുതിയ നിയമത്തിൽ നിർദ്ദേശമുണ്ട്. അതായത് സമൂഹമാധ്യമം തന്നെ ഉള്ളടക്കം AI നിർമ്മിതമെന്ന് രേഖപ്പെടുത്തണം. നിയമവിരുദ്ധമായ സിന്തറ്റിക് കണ്ടന്റ് ഉണ്ടാക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തടയാൻ സമൂഹമാധ്യമങ്ങൾ നടപടിയെടുക്കുകയും വേണം. കുട്ടികളുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കുന്ന ലൈംഗിക ചുവയുള്ള കണ്ടന്റ്, ആയുധങ്ങൾ കാണിക്കുന്ന കണ്ടന്റ്, മറ്റൊരാളുടെ മുഖം ഉപയോഗിച്ച് സൃഷ്ടിക്കുന്ന ഡീപ് ഫേക്ക് ദൃശ്യങ്ങൾ എന്നിവയെല്ലാം ഇനി മുതൽ നിയമവിരുദ്ധ സിന്തറ്റിക് കണ്ടന്റിന്റെ പരിധിയിൽ വരും.